നമസ്കാരം. ഡയറക്ടറായിട്ട് തന്നെയാണ്. നോർമലി ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു പ്ലോട്ട് കിട്ടി. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് റിലേറ്റ് ചെയ്യാൻ വരുന്ന ടൈപ്പ് ഒരു പ്ലോട്ടാണ്. സ്വത്ത് തർക്കവും അങ്ങനത്തെ ഒരുപാട്. എന്താണ് ഇങ്ങനൊരു പ്ലോട്ട് എടുക്കാൻ, ഇങ്ങനൊരു തീം, ഇങ്ങനെ ഒരു 3 പേരെ ഒത്തു ചേർക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? തീം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊരു ഈ ഒരു പെർട്ടിക്കുലർ സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ അതിൽ പറയുന്ന കഥയിൽ അല്ലായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഒരു സ്പേസ് ആയിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പകാലം കുറച്ച് കാലം ചിലവഴിച്ചത് കോഴിക്കോട് അടുത്തുള്ള കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആ സ്പേസാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നു. അവരുടെ ഒരു ഇൻട്രാക്ഷനിലൂടെ രൂപപ്പെട്ട് വന്ന ഒരു കഥയാണത്. ജോയി ചേട്ടാ, ഇപ്പം നല്ല രീതിയിൽ റെസ്പോൺസിബിൾ. നമ്മളൊരു നല്ല ആക്ഷൻ കണ്ടിട്ടുണ്ട്, വില്ലൻ രീതിയിലും കണ്ടിട്ടുണ്ട്. ഒരു പക്കാ സീരിയസ് ആയിട്ട് ഒരു ഡ്രാമാറ്റിക് മോഡിലൊരു കഥാപാത്രമായിട്ട് തോന്നിയ ട്രെയിലർ കണ്ടപ്പോൾ ശരിക്കും എന്താണ് കഥാപാത്രം, എന്താണ്, എങ്ങനെയാണ് ക്യാരക്ടറിൻ്റെ സ്വഭാവം, എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. പിന്നെ ശരൺ ഗംഭീര ഡയറക്ടറാണ്. അദ്ദേഹം പഠിച്ച് അത് എന്താ പറയുക, ജിയോ ബേബിയാണ് ഇത് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത്. ഇങ്ങനെ നല്ലൊരു കഥയുണ്ട്, എന്നോടൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പുലിമട എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ശരൺ വന്ന് സംസാരിക്കുകയും കേട്ട സമയത്ത് തന്നെ ധാരണയുണ്ടല്ലോ, ഒരു ഡയറക്ടറുടെ ധാരണ, അത് വളരെ കൃത്യതയുള്ള ആളാണ് ശരൺ. അതുപോലെ തന്നെ ഞാൻ സിനിമയുടെ ഫസ്റ്റ് കട്ട് കണ്ടതുമാണ്. അപ്പം നല്ല നല്ല രസമായിട്ടുള്ള സിനിമയാണ്. ഏറ്റവും പ്രധാനം അത് നമുക്ക് മനസ്സിലാവും സിനിമ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണല്ലോ എന്നുള്ളത്. ഇപ്പം അലഞ്ചേട്ടൻ്റെ ആയാലും സുരാജിൻ്റെ ആയാലും ഈ പിഴിശ്ശേരിയും തോമസും ഗാർഗിയും എല്ലാം. അപ്പോൾ ഇപ്പം ഞങ്ങളിപ്പോൾ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ രാജ് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ ഇതേ കാര്യങ്ങളാണ്, ഓരോ സീനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ആ കഥ കേട്ടപ്പോൾ എന്തായിരുന്നോ തോന്നിയത് അതുപോലെ അതിലും ഭംഗിയായിട്ട് ചെയ്യാൻ ശരണിന് പറ്റി. വെറുതെ പറയുന്നതല്ല, ഞാൻ നല്ല നല്ല സിനിമയത് കലക്കമ്പട. കൺഗ്രാജുലേഷൻസ് ശരൺ. താങ്ക് യു ചോദിച്ചിട്ടാ. അലൻസിയേട്ടാ, ഇപ്പോൾ നോർമലി തിയേറ്ററുകളിൽ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓവർ മാസ് പടങ്ങൾ അല്ലെങ്കിൽ കോമഡി പടങ്ങൾ, ത്രില്ലർ ജോണേഴ്സൊക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഡ്രാമ സീരീസിലുള്ള പടങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാരായണയുടെ 3 മക്കൾ അതിൻ്റെ മാറ്റമാവുമോ? ഇതൊരു ഡ്രാമയല്ല, ഇതൊരു റിയലിസ്റ്റിക് മൂവിയാണ്. എൻ്റെ ചുറ്റും എൻ്റെ ബന്ധുക്കളും എൻ്റെ അയൽക്കാരുമാണ് എൻ്റെ ശത്രുക്കളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ശത്രു, ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ സിനിമ നിങ്ങളങ്ങനെ ബോധ്യപ്പെടുത്തും. ഈ സിനിമയിലെ ശത്രുക്കളെല്ലാവരും അവരവർ തന്നെയാണ്. ശരിക്കും ലൈഫിലും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് കാണാം. ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അത് ഡയറക്ടർക്കും മനസ്സിലായതുകൊണ്ടാണല്ലോ എന്നെ കാസ്റ്റ് ചെയ്തത്. എന്നോട് വീട്ടിൽ വന്ന് കഥ പറയുമ്പോൾ കുറച്ച് ബീഹാറുകാരാണ് ആദ്യം ഇതിൻ്റെ പ്രൊഡ്യൂസർ ഭാഗമായിട്ട് വന്നിരുന്നത്. ആസാംകാർ. അപ്പോൾ കഥ കേട്ടു, എനിക്കിഷ്ടമായി. കാരണം ഞാൻ അവിടെ ഒരു വലിയ മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിലിൻ്റെ അകത്ത് എൻ്റെ ബന്ധുക്കളെ ആൾക്കാരും ഞാൻ കയറ്റാറില്ല. കാരണം അവരെന്നെ ശത്രുക്കളായി കാണുന്നു. ഞാനൊന്ന് വളർന്നു പോയി എന്നെൻ്റെ അസൂയ കൊണ്ട്. അപ്പോൾ ഞാനൊരു വലിയ മതിൽ കെട്ടാൻ തീരുമാനിച്ചു, ഒരു ജയിൽ കെട്ടാൻ തീരുമാനിച്ചു. ആ ജയിലിൻ്റെ കഥയാണ് എന്നോട് വന്ന് ഈ നമ്മുടെ സുഹൃത്ത് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ സമ്മതിച്ചു. ഈ ജോബി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെയാണ് വരുന്നത്. ഈ ജോബി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബൈബിളിൽ സൺ ഓഫ് ജോബ് എന്ന് പറയും. അർത്ഥം എന്താണെന്നറിയോ? സ്നേഹിതൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഈ സിനിമ അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഡയറക്ടർ സാറിനോടാണേ, എന്തുകൊണ്ട് ജോയി ചേട്ടൻ, സുരാജേട്ടൻ, അലൻ ചേട്ടൻ, എന്തുകൊണ്ട് 3 ആൺമക്കൾ എന്ന് പറയുമ്പോൾ അവരെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? കാസ്റ്റിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, എന്തുകൊണ്ടോ അത് ഒരു സംഭവിച്ചതെന്ന് പറയാം. അതായത് ഞാൻ എഴുതുന്ന സമയത്തായിരുന്നു ഇപ്പം ജോയി ചേട്ടൻ്റെയും സുരാജ് ചേട്ടൻ്റെയും അലൻ ചേട്ടൻ്റെയും ഒക്കെ മുഖം മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരാരും എനിക്കറിയില്ല. എനിക്ക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ പ്രയർ എക്സ്പീരിയൻസ് ഒന്നുമില്ല.
അപ്പം ഇവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്നു, ഇവരുടെ അടുത്ത് കഥ പറയാൻ പറ്റുന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു റൈറ്റേഴ്സ് ഫ്രീഡം, നമ്മളൊരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന നിലയിലായിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെ രസമുള്ള സാധനമാണെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം പുലിമേടയുടെ സെറ്റിൽ ഇപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞ പോലെ ജോയിച്ചേട്ടൻ്റെ അടുത്ത് എത്തിയത്. അപ്പം ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു അന്നും പറഞ്ഞത്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നി. അങ്ങനെ അതിനുശേഷം സുരാജേട്ടൻ്റെ അടുത്തേക്കും അലഞ്ചേട്ടൻ്റെ അടുത്തേക്കും ഒക്കെ എത്തി, ഇവരെല്ലാവരുടെ അടുത്തേക്കും എത്തി. നാരായണീൻ്റെ 3 ആൺമക്കളാണല്ലോ, അപ്പോൾ ഈ ടൈറ്റിൽ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു റീസൺ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ടൈറ്റിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ ടൈറ്റിൽ ഫിക്സ് ചെയ്യാന്നുള്ളതായിരുന്നു. എഴുതുന്ന സമയത്ത് ഈ ടൈറ്റിലല്ലായിരുന്നു, ഇവരുടെ അടുത്തൊന്നും കഥ പറയുമ്പം ഈ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഷൂട്ടിൻ്റെ ഒരു 1 മന്ത് മുന്നെയാണ് ഒരു ദിവസം രാത്രി എപ്പോഴായിരുന്നു ഇത് ആലോചിച്ചത്. പക്ഷെ വൺസ് ഇത് നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് എത്തിയപ്പം എനിക്ക് ഇതാണ് ഈ സിനിമ എന്നുള്ളൊരു ഫീല് വന്നിരുന്നു. അതുപോലെ തന്നെ അതിൽ പേരിലൊരു നാട്ടുഭാഷയുടെ ഒരു ഇതുണ്ടല്ലോ, നാരായണീൻ്റെ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു പടത്തിനും ആ ഒരു ഫീലുണ്ട് എന്നാണ്. നാരായണിയാണ് മെയിൻ ക്യാരക്ടറിൻ്റെ മെയിൻ ലീഡാണോ? അങ്ങനെ ഉദ്ദേശിച്ചാണ് കേട്ടെ. പടം കാണും. സീരിയലിൽ ഏറ്റവും അറിയാലോ, സീരിയലിൽ മെയിൻ താരമായിരുന്നു. അപ്പം സീരിയലിൽ നിന്ന് സിനിമയിലോട്ട് വന്നപ്പോൾ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ചെയ്തു. എങ്ങനെയുണ്ട് ഇപ്പം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലെ? ഞാൻ സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വന്നത്. ഓക്കെ, സീരിയലാണ് പക്ഷേ കൂടുതലും ഹൈപ്പ് കിട്ടിയത്. ഏഷ്യനെറ്റിലെ കുങ്കുമപ്പൂവാണ് റീച്ച് ചെയ്യുന്നത്. സിനിമയായാലും സീരിയലായാലും ഞാൻ കുറച്ച് വർക്കേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചെയ്ത വർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന വർക്ക്സ് ആയിരുന്നു. അപ്പം വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ക്രാഫ്റ്റിംഗ്. ദാറ്റ്സ് ഇറ്റ്. ഒരു പ്രോജക്റ്റ് കുറച്ച് മിസ്റ്ററി ഉണ്ട്. ട്രെയിലർ പറയുന്നുണ്ട് ഈ ഫാമിലിയിൽ ഒരുപാട് ഡാർക്ക് സീക്രട്ടുകൾ ഉണ്ടെന്നുള്ളത്. ശരിക്കും കണ്ടോ? കുറച്ചൊക്കെ കണ്ടോ? പടം കാണുമ്പോൾ ഇനി അതുകൂടി പറഞ്ഞാൽ പിന്നെ കാണാനൊന്നും ബാക്കിയില്ലല്ലോ. നല്ല സിനിമ എന്തായാലും. എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച് ഇപ്പം ഇറങ്ങുന്ന ഈ സമയമാകുമ്പോഴത്തേക്കും അത് ഇറങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം അതുണ്ട് വല്ലാണ്ട്. ഇപ്പോൾ എന്തോ ആനന്ദം. ഞാൻ കുറേ ഉണ്ട് പറയാൻ. ഇത് 8 വർഷത്തെ കഥയുണ്ട്. അപ്പോൾ അത് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ് കുറേ സ്റ്റക്കായിപ്പോയി. കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് ഒരു വരികങ്ങ് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉള്ള പോലെ കുറേ സ്ട്രഗിളുകൾ. അപ്പം നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതിൻ്റെ ഓട്ടം. അപ്പം ഇന്നിവിടെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ വലിയ സന്തോഷം. അപ്പം നാരായണീൻ്റെ 3 ആൺമക്കൾ എല്ലാവരും ഫെബ്രുവരി 7 കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരക്ടർ. അത് ഭയങ്കര പേഴ്സണലാണ്. പക്ഷേ അറിഞ്ഞൂടാ, എല്ലാവരും സ്വീകരിക്കട്ടെ. നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഓട്ടമായിരുന്നു ഈ പറഞ്ഞ 8 വർഷം. അപ്പോൾ ഇനിയും ഇപ്പം നിഖിൽ എന്നാണ് ഇന്നത്തെ ക്യാരക്ടറിൻ്റെ പേര്, അതുപോലെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. എന്താണ് വാലന്റൈൻസ് ഡേ? എനിക്കത്ര സുഖകരമായ ഡേ അല്ല. കാരണം എൻ്റെ കഥാപാത്രത്തിന് അത്ര ഇഷ്ടമല്ല ആ വാലന്റൈൻസ് ഡേ. എനിക്കത് കൗ ഡേ ആയിട്ട് ആഘോഷിക്കാനാണ് ഇഷ്ടം. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ രണ്ടുപേരും ഈ സിനിമയിലെ വളരെ നിർണായകമായ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നു തോന്നുന്നുണ്ട്. ആ സംശയം ശരിയാണോ? ഇതിൽ ഒരു ഫാമിലിയാണല്ലോ. ഫാമിലിയിൽ എല്ലാവർക്കും അവരവരുടെ റോള് പ്ലേ ചെയ്യാനില്ലേ? അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിലെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഞങ്ങളും ആ കുടുംബത്തിൻ്റെ ഭാഗമാണല്ലോ. ഡാർക്ക് സീക്രട്ട് എന്നുള്ളൊരു വാക്ക് തന്നെ കണ്ടു നോക്കൂ. ചേട്ടാ, നോർമലി ഇങ്ങനൊരു ഇവിടെ തന്നെ ചേട്ടാ, അതിപ്പം പണി ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു നമ്മൾ റിവ്യൂവിന് ബേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് ശേഷം ഇറങ്ങിയ പടങ്ങളായിരുന്നു ഓവർ വയലൻസ് ഉള്ള പടങ്ങൾക്ക് വന്നിട്ട് പോലും അതിനെ ആരാധിക്കുകയും തിയേറ്ററിൽ തിരക്ക് കൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു. ശരിക്കും വയലൻസ് എന്നുള്ളത് ഒരു എൻ്റർടൈൻമെൻറ്റായി മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ, അതല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ. അവർ ഇഷ്ടംപോലെ ആളുകൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറേ ലവ് സ്റ്റോറി കാണണം, ഫീൽ ഗുഡ് സിനിമ കാണണം, തമാശ പടങ്ങൾ വരണം. അങ്ങനെ മാറി വരുമായിരിക്കും ഇനി. അങ്ങനെ ആ ജോണറുകളൊക്കെ മാറി വരുമായിരിക്കും. നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം
അത് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിലും നമുക്ക് ഇതൊരു എന്തോ ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. നല്ല ഹെവി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പാൽ സർവത്ത് കുടിക്കുന്ന പോലെ. ചേട്ടാ ഇവിടെ ചോദിച്ചേട്ടാ, അതായത് ഒരു നല്ല നടനാവണമെങ്കിലേ സിനിമയുടെ പിന്നാമ്പുറവും അറിഞ്ഞിരിക്കണം എന്നൊരു സന്ദേശമാണ് ജോജു ചേട്ടൻ്റെ ഒരു വളർച്ചയിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. തെറ്റല്ല, സിനിമ അറിഞ്ഞാൽ മതി, പിന്നാമ്പുറം അറിയണ്ട. അല്ല ഞാൻ പറഞ്ഞത് ആ വന്ന വഴിയാണ്. അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാം അർത്ഥത്തിലും നല്ലോണം വേർപ്പൊഴുക്കി തന്നെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ കൂടി ഞാൻ ശ്രദ്ധിച്ചു ഡയറക്ടറിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാവരും ചോദ്യങ്ങൾ ജോജു ചേട്ടനോട് പോകുമ്പോൾ നല്ലൊരു വർക്കാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ പണ്ട് മുതൽ ഇങ്ങനെയാണോ? അതായത് ഒരു സംവിധായകൻ്റെ കലയാണ് സിനിമ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണോ? 100% അങ്ങനെയാണല്ലോ. സംവിധായകൻ്റെ കല തന്നെയാണ് സിനിമ. അത് തർക്കമില്ലാത്ത കാര്യം. അത് ഞാൻ പറയണതല്ല, അതാണ് അതിൻ്റെ സത്യം. അതെ, ഞങ്ങളെല്ലാവരും, ഞാൻ സുരാജായാലും ചേട്ടനായാലും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു എണ്ണം പറഞ്ഞ നടന്മാരുന്ന്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു ആ ഷൂട്ട്. അതിലുപരി ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടർ. 28 ദിവസമല്ലേ, 29 ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. വെൽ ഡിസൈൻഡ് ആയിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ അത്ര കൃത്യതയോട് കൂടിയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നല്ല അറിവുണ്ടാവണം. അപ്പം അത്രയും അറിവുള്ള ഒരാൾ തന്നെയാണ് ശരൺ. ശരണിൻ്റെ ഇനിയുള്ള സിനിമകളും നന്നാവും. ഇപ്പം നിങ്ങൾ നാളെ സിനിമ കഴിയുമ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ കാക്കാൻ പോണ ഒരു കാര്യം തന്നെയാണ്, ഒരു ഡൗട്ടില്ല അതിൽ. പിന്നെ ഞങ്ങൾ നല്ല അഭിനയിച്ചത് നല്ല എന്താ പറയുക, എനിക്ക് ചേട്ടനോട് ഞാൻ ആരാധിക്കുന്ന ഒരു നടനാണ് ചേട്ടൻ. അപ്പോൾ സുരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരനാണ്. ഞാൻ സുരാജിൻ്റെ കൂടെയാണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സൊക്കെ കാണാൻ പോവുക. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതൊക്കെ ഭയങ്കര നല്ല രസമായിട്ടുള്ളൊരിതായിരുന്നു. മത്സരോട്ടമൊന്നുമില്ല, നിയമപരമായിട്ടുള്ള സ്പീഡിൽ വൃത്തിക്ക് വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. മത്സരോട്ടത്തിനുള്ള ഗാനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ എത്രത്തോളം ഉണ്ടെന്നൊന്ന് പറയാമോ? ഇതിൽ ഗാനങ്ങളെന്ന് നമുക്ക് വേറിട്ട് നിർത്താൻ പറ്റാത്ത രീതിയിലാണ്. സ്ക്രിപ്റ്റിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പാട്ട് വിരൽ തൊടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. ആ പാട്ടിന് മുമ്പ് ഒരു സിറ്റുവേഷനിൽ മറ്റൊരു ഗസൽ, ഒരു ഫേമസ് ഗസലിനെ പറ്റി പറയുന്നുണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ. അപ്പോൾ ആ ഗസൽ, പക്ഷെ നമുക്ക് ശരൺ ആഗ്രഹം ആ ഗസൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നായിരുന്നു. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ഗസലാണ്. അപ്പോൾ നമ്മൾ ചർച്ചയിലൂടെ ഓക്കെ, അപ്പോൾ ആ സംസാരത്തിന് ശേഷം അതേ രാഗത്തിൽ ഒരു ഗസൽ എന്ന് തോന്നിപ്പിക്കുന്ന, അതേസമയം വളരെ നേർത്തതായിട്ട് ഒട്ടും ആ നറേറ്റീവിനെ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു ഗാനം അവിടെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഇതിലെ പ്രോസസ്സ്. ഓരോ പാട്ടും കയറി ഇറങ്ങി വരികയും അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ നറേറ്റീവ്, അല്ലാണ്ട് ഗാനം പ്രത്യേകം. പക്ഷെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വി മേക്ക് എ സോങ്, ഒരു സ്റ്റാൻഡ് അലോൺ എൻറ്റിറ്റി പോലെ ഉണ്ടാക്കി. പക്ഷെ എന്നാലും ഈ സ്ക്രിപ്റ്റിൽ തന്നെ എൻ്റെ ഫസ്റ്റ് നറേഷനിൽ തന്നെ പാട്ടുകൾ ഇന്ന രീതിയിലൊരു സാധനം ഇവിടെ ഉണ്ടാവും, അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ശരൺ എൻ്റെ അടുത്ത് എത്തുന്നത് ഇതുപോലെ ജിയോ ബേബിയുടെ കറുത്ത കൈകൾ തന്നെയാണ് അതിന് പിന്നിൽ. ജിയോ ബേബിയുടെ ഡിക്സൺ ചേട്ടൻ രണ്ടുപേരും കൂടെയാണ്. ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ഒരു ഭയങ്കര സംഭവമാണ്. കോളേജിലൊക്കെ വലിയ റാങ്കൊക്കെ മേടിച്ചു, റാങ്ക് ഉണ്ടാണോ, അപ്പോൾ കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഇതുപോലെ ആ ഫസ്റ്റ് നറേഷനിൽ തന്നെ ഹീ ഹാഡ് എ എൻറ്റയർ ഐഡിയ ഓഫ് ദ ഹോൾ മൂവി. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും ഈ പറയുന്ന ആളുകളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും ഒരുമിച്ച്? പറഞ്ഞ് എല്ലാം ഓക്കെയാണ്. എല്ലാവരും ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഈച്ച് ക്യാരക്ടർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഉറപ്പുണ്ടായ രീതിയിലാണ് അവർ ഇതാകുന്നത്. അല്ലാണ്ട് നോബഡി ഈസ് എ സ്റ്റാർ ഹിയർ, എവറിബഡി ഈസ് എ ക്യാരക്ടർ. അപ്പോൾ അത് അതുപോലെ സംഗീതവും അതിലൊരു കഥാപാത്രം തന്നെയാണ്. ആ നറേറ്റീവിനെ മുന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരുടെ ആണോ എന്നൊക്കെ ചോദിച്ചല്ലോ, ഇത് ഓരോ ക്യാരക്ടറിനെയും അടയാളപ്പെടുത്തുന്നത് പോലെ തന്നെ സംഗീതം സ്കോറിൻ്റെ ഒരു സാധനമാണെങ്കിൽ, സ്വഭാവമാണെങ്കിൽ, വെൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക്. അവിടെ നമ്മൾ ഓൾറെഡി നല്ല മലയാള ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ട്, എന്താ പറയേണ്ടതെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഇനി മ്യൂസിക് ഇട്ട് ഭയങ്കരമായിട്ട് അതിനെ അടയാളപ്പെടുത്താതെ
വെൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക്. ആൻഡ് അതിനുശേഷമുള്ള അവരുടെ റെസ്പോൺസിനാണ് ഒരുപക്ഷെ സംഗീതം വരേണ്ടത്. അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു എന്നെ സംബന്ധിച്ചോളം കുറേ കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഇത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കമേഴ്ഷ്യലി വയബിൾ മൂവി ഇറ്റ് സെൽഫ്. പക്ഷേ ഒരു നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സമാധാനമാണ്. പണ്ട് എനിക്ക് ഇതേ സമാധാനം കിട്ടിയത് ഋതു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത സമയത്ത് ഇങ്ങനൊരു എനിക്കൊരു വാവ് മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഈക്വലി വാവ് മൊമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു സീനായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെ വരും. കാരണം ഞാൻ എഴുതുമ്പോഴും ഭയങ്കര എഫേർട്ട് എടുത്ത് എഴുതിയൊരു സീനായിരുന്നു. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തേക്ക് എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ സീൻ എന്താണെന്ന് ഒബ്വിയസ്ലി പറയാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കട്ട് പറഞ്ഞു. അപ്പം ആസ് എ ഡയറക്ടർ എനിക്ക് വല്ലാതെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ സെറ്റ് ഫുൾ സൈലൻസ് ആണ്. എനിക്കൊരു ക്ലാപ്പ് അടിക്കാൻ പോലും അവിടെ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷെ എല്ലാവരുടെ മുഖത്തും ആ ഒരു നമ്മളൊരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ടാവില്ല. അത് എല്ലാവരുടെയും, അത് ഇപ്പോൾ ആസ് എ ഡയറക്ടർ എൻ്റെ മാത്രമല്ലായിരുന്നു, ക്രൂവിലുള്ള എല്ലാവരുടെയും. ലിറ്ററലി നമ്മൾ സ്പീച്ച്ലെസ് ആയിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ ഒരു ക്രൂ മെമ്പർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ലൈക്ക് അത് കാണണം, അന്നത്തെ ആ ഒരു ഇത് റിലീവ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ശരൺ എന്ന് പറയുന്ന ഡയറക്ടർ നിർദ്ദേശിക്കുന്ന വരമ്പിൽ നിന്നിട്ട് വരച്ചിടുന്ന ഒരു കളത്തിനുള്ളിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് ചലിക്കാൻ പറ്റൂ. അദ്ദേഹത്തിനൊരു ഐഡിയ ഉണ്ടാവും. ഞങ്ങൾ ക്യാമറയുടെ ലെൻസിൻ്റെ മുമ്പിൽ നിന്നാണ് അഭിനയിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തുകയല്ല. നമ്മളൊരു സിനിമ ചെയ്യുമ്പം നല്ല സിനിമ ചെയ്താൽ മാത്രം പോരാ, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഗുഡ്വില്ല് പോലുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ്, അവരുടെ ഒരു എന്താ പറയുക, അവരാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം അത് ഞാൻ ഭയങ്കര ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഗുഡ്വില്ല് പോലെ ഇപ്പം അവരുടെ കിഷ്കിന്ദ അറിയാലോ, അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം ഇപ്പം രോമാഞ്ചം ആയാലും കിഷ്കിന്ദ ആയാലും ഒക്കെ വളരെ കമേഴ്ഷ്യലിയും ആൾക്കാരുടെ അടുത്ത് എത്തിയ സിനിമകളാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ ജോബ് ചേട്ടൻ്റെ കൂടെയും ഗുഡ്വില്ലിൻ്റെ കൂടെയും ഈ പടം എത്തിയത്, അവരുടെ അടുത്ത് എത്തിയതൊരു വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഈ ജോബി ചേട്ടൻ പടം ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് പ്രോപ്പർ അദ്ദേഹത്തിന് നഷ്ടം വരില്ല എന്നുറപ്പുള്ള സിനിമകളിലോട്ടാണ്, അത്രയും ധാരണയോടുകൂടി ബിസിനസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പടങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ജോബിച്ചേട്ടൻ ഈ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിൽ വളരെ എന്താ പറയുക, എനിക്കത് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം കിഷ്കിന്ദ കാണ്ഡം എന്നുള്ള സിനിമ അത് ഇറങ്ങിയപ്പോൾ ഞാൻ ജോബിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നു, സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പേർക്ക് എന്താ പറയുക പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുറേ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായാൽ നല്ലതാണല്ലോ. അല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രം നടക്കും. അപ്പോൾ ജോബിച്ചേട്ടൻ്റെ ഈ ട്രാക്ക് മാറ്റം ഭയങ്കര അടിപൊളിയാണ്. അദ്ദേഹം ഈ പടം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം ആ സിനിമയിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ നല്ല പടമാണെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എടുത്തു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അതിലൊരു പ്ലാനുണ്ട്. നാരായണിയുടെ 3 മക്കളുടെ കഥാപാത്രം എത്രത്തോളം ഡീപ്പാണ്, എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തും? അത് പ്രേക്ഷകർ തന്നെ കണ്ടിട്ട് പറയണം എത്രത്തോളം എത്തും എന്നുള്ളത്. നമ്മുടെയൊക്കെ ഹോപ്പ് എന്ന് പറയുന്നത് മാക്സിമം പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 100% സിൻസിയറിറ്റിയോട് കൂടി അതിന് നമ്മൾ ലൈഫ് കൊടുക്കുകയല്ലേ, ജീവൻ കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ 100% കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനി നിങ്ങളത് എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ തമിഴിലൊക്കെ ചെയ്യുന്ന സമയത്ത് മാസ്സായിട്ട് സൈത്താനിലെ വെബ് സീരീസിലെ കഥാപാത്രമൊക്കെ ആയാലും അടിപൊളിയായിട്ട് ഈ ഇങ്ങനൊരു കഥാപാത്രം ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ സ്ഥിരം സെൻറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമോഷണൽ കഥാപാത്രങ്ങളിലേക്ക് നിങ്ങൾ തന്നെ എനിക്ക് സെൻറ്റി അല്ലാത്തൊരു സാധനം തരാൻ പറയൂ ബാക്കിയുള്ളവരോട്. വാട്ട് ഈസ് ദിസ്? ഒരു സ്റ്റീരിയോടിപ്പിസം എന്ന് പറഞ്ഞൊരു സാധനം ആക്കുന്നത് എല്ലാം ശല്യോ കരഞ്ഞു ചെയ്യുക. എന്നെ വേറൊരു കഥാപാത്രത്തിലോട്ട് വിളിക്കൂ. ഇതിന് ഇതിൽ ആക്ച്വലി ലുക്കും ഡിഫറെൻ്റ് ആണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ച ജോർജ് സാറിൻ്റെയും അടൂർ സാറിൻ്റെയും പത്മനാഭൻ സാറിൻ്റെയും പരമ സാറിൻ്റെയും സിനിമ പോലെ കാലാതീതമായിരിക്കും നാരായണീൻ്റെ ആൺമക്കളും. ഒരു സംശയമില്ല. അത് ശരണന് ദൈവം കൊടുത്ത ഭാഗ്യമാണ്. അങ്ങനെ ഉണ്ടാവണം. നശിച്ചു പോകേണ്ടത് നശിച്ചു പോകും, പുഷ്പിക്കേണ്ടത് പുഷ്പിക്കും, ഒരു സംശയമില്ല. അത് എത്ര കാലം കഴിഞ്ഞാലും.
അത് അങ്ങനൊരു ഭാഗ്യം ആ ഒരു ശിഖരത്തിൽ ഒരു മൊട്ടായി വിടരാനെങ്കിലും എനിക്ക് അവസരം തന്ന ശരണിനോട് ഞാൻ നന്ദി പറയുകയാണ്. എന്തുകൊണ്ടാണ് ആദ്യ സിനിമ സ്വന്തം ചുറ്റുപാടുകൾ തിരഞ്ഞെടുത്തത്? അങ്ങനെ തന്നെയാണോ എല്ലാവരും ചെയ്യേണ്ടത്? അല്ല, സ്വന്തം ചുറ്റുപാടൊന്നുമല്ല. പക്ഷേ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെ, ഇത് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞ മാതിരി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. ഒരു രീതിയിലും നിങ്ങളെ ബോറടിപ്പിക്കാതെ ഉള്ളൊരു ചെറിയ കുടുംബ സിനിമ എന്നതിനെ വിളിക്കാം. അപ്പോൾ തന്നെ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാസ് സിനിമകൾ, ഒരുപാട് ആക്ഷൻ സിനിമകളുടെ ഇടയിൽ തീർച്ചയായിട്ടും ആളുകൾക്ക് ഒരു ഇങ്ങനെയൊരു സിനിമ കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പോകണം, കാണണം, സിനിമ ഇഷ്ടപ്പെടും എന്നാണ് നമ്മുടെ വിശ്വാസം. എൻ്റെ വീട്ടിൽ പോലും എൻ്റെ മക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുറി അടച്ച് കിടക്കും. മുറി അങ്ങ് ലോക്ക് ചെയ്യും. അറ്റാച്ച്മെൻ്റ് ഇല്ല, പിന്നെ നമ്മൾ ഡിറ്റാച്ച്ഡായി. അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഞാൻ വളരെ പേഴ്സണലി പറയാണ്, എൻ്റെ അച്ഛൻ എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ബസ്സിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ കാത്തു നിൽക്കും. അവരെ റോഡ് മറികടത്തി കൊണ്ടുവരാൻ. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരയുന്നുണ്ട്. എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം. അതുതന്നെയാണ് നാരായണൻ്റെ മക്കളും. എത്രയോ അകലങ്ങളിലാണ് നാരായണൻ്റെ മക്കൾ. ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെക്കുറിച്ചാണ്. അത് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജോണർ സിനിമകളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു സിനിമയാണ്. അതിലൊപ്പം തന്നെ നല്ല ഒരാൾ സിനിമ സ്വപ്നം കണ്ട് അതിനുവേണ്ടി സഞ്ചരിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയറായിട്ട് വന്ന ഒരു പടം ചെയ്യുകയാണ്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം അതിന് വേണ്ടിയിട്ട് എടുത്തുള്ള ഒരു എക്സ്ട്രാ എഫേർട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പടം ഇപ്പോൾ ഒരു ആവശ്യമായിട്ടും എനിക്കും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പം വയലൻസ് സിനിമകളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രേക്ഷകർ തന്നെ എന്നോട് തന്നെ പറയാറുണ്ട്, നിങ്ങൾ കുറച്ച് പ്രേമിക്കണ പടം അഭിനയിക്കൂ, അങ്ങനെ പടങ്ങൾ വരുന്നതാണ് നമുക്കും ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പടം ഇപ്പോൾ വരുന്നതിൽ വളരെ സന്തോഷം. അത് തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും, ഒരു സംശയമില്ല. വളരെ നല്ല സിനിമയാണത്.